ഹായ് ഓൾ, ഇന്ന് കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സവാളയൊന്നും വഴറ്റി കുറേ ടൈമൊന്നും കളയേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് സ്കൂളിലോട്ട് ടിഫിൻ കൊടുത്തു വിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലോട്ട് കിടക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 2 ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറിയതല്ലെങ്കിൽ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ശേഷം 2 അധികം എരിവില്ലാത്ത പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഷ്രെഡ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഇടുന്നത്. പാസ്ത വേവിക്കാൻ ഇനി വീണ്ടും ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചക്കുത്തൊന്ന് മാറുമ്പോൾ ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 1 കപ്പ് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ബീഫ് അല്ലെങ്കിൽ മിൻസ്ഡ് ബീഫ് എടുക്കാവുന്നതാണ്. ബീഫ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന് പകരം ചിക്കൻ എടുത്താൽ മതി. കുറച്ച് വലിയ പീസാക്കിയിട്ടുള്ള ചിക്കൻ എടുക്കാം. ഈ ബീഫിലോട്ട് ഈ മസാല എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാസ്ത വേവിക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് പാസ്ത ഇട്ട് കൊടുക്കാം. 3 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലുതെടുത്തിട്ടുണ്ട്. വലുതാവുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരില്ല. മസാലയും പാസ്തയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം പാസ്തയുടെ അതേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 4 ഗ്ലാസ്സിനേലും കുറച്ച് കുറവ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മല്ലിയില ഇരിപ്പുണ്ടെങ്കിൽ അത് ചെറിയ പീസാക്കിയിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റൊരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. പ്രഷറെല്ലാം റിലീസാവുമ്പോൾ തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കട്ടിയായിട്ട് വരും. ഒന്ന് ചൂടൊക്കെ ആറി വരുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് വരും. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാനും പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.